ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി അധികാരമേറ്റ മുജ്തബ ഖമേനിയെ കാണാനില്ലെന്ന വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഫെബ്രുവരി 28-ന് ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഇറാനിൽ നടത്തിയ അതിശക്തമായ മിസൈൽ ആക്രമണത്തിനു ശേഷം മുജ്തബ ഖമേനി പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. തന്റെ പിതാവായ അലി ഖമേനിയുടെ പിൻഗാമിയായി അധികാരമേറ്റ ആ ആവേശകരമായ നിമിഷങ്ങൾക്ക് തൊട്ടുപിന്നാലെയാണ് ഈ തിരോധാനമെന്നത് പല സംശയങ്ങൾക്കും വഴിമരുന്നിടുന്നുണ്ട്. യുദ്ധത്തിന്റെ ഒന്നാം ദിവസം തന്നെ ശത്രുവിന്റെ പ്രഹരം മുജ്തബയ്ക്ക് ഏറ്റു എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആക്രമണത്തിൽ മുജ്തബ ഖമേനിയുടെ കാലിന് ഗുരുതരമായി പരിക്കേറ്റുവെന്നും അദ്ദേഹം ഇപ്പോൾ അതിശക്തമായ സുരക്ഷയുള്ള ഒരു രഹസ്യ കേന്ദ്രത്തിൽ ചികിത്സയിലാണെന്നുമാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ലോകത്തെ ഏറ്റവും വലിയ ചാരസംഘടനകൾ പോലും തിരയുന്ന മുജ്തബയെ ഭരണകൂടം അതീവ രഹസ്യമായിട്ടാണ് സംരക്ഷിക്കുന്നത്. എന്നാൽ ടെഹ്റാൻ ഭരണകൂടം അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ഒരു മുറിവേറ്റ യുദ്ധവീരൻ എന്നാണ്. ഒരു നേതാവ് യുദ്ധമുഖത്ത് പരിക്കേറ്റ് വീഴുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വൈകാരിക വിഷയമാണ്. എന്നാൽ ഈ പരിക്ക് എത്രത്തോളം ഗുരുതരമാണ് എന്നതിനെക്കുറിച്ച് ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങളൊന്നും നൽകാൻ അവർ തയ്യാറല്ല. ഇസ്രയേൽ സഖ്യത്തിന്റെ മിസൈലുകൾ ഇറാന്റെ അധികാര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടപ്പോൾ പുതിയ നേതാവിനെ തന്നെ തളയ്ക്കാനായി എന്ന വിലയിരുത്തലിലാണ് പെന്റഗൺ ഉള്ളത്. അധികാരമേറ്റെടുത്ത ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്യാനോ സൈന്യത്തിന് നിർദ്ദേശങ്ങൾ നൽകാനോ മുജ്തബ എത്താതിരിക്കുന്നത് ഇറാന്റെ സൈനികർക്കിടയിലും വലിയൊരു അങ്കലാപ്പ് സൃഷ്ടിച്ചിട്ടുണ്ട്. മുജ്തബയുടെ ആരോഗ്യനിലയെക്കുറിച്ചും നേതൃത്വത്തെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയരുമ്പോൾ ഇറാൻ ഭരണകൂടം പ്രതിരോധത്തിലായിരിക്കുകയാണ്. നേതാവ് സുരക്ഷിതനാണെന്ന് കാണിക്കാൻ ഇറാൻ ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അദ്ദേഹം പൊതുമധ്യത്തിൽ വരാത്തത് ഈ വാദങ്ങളെ ദുർബലമാക്കുന്നുണ്ട്. ഇറാൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നത്. പിതാവിന്റെ തണലിൽ നിന്ന് ഭരണത്തിന്റെ ചുക്കാൻ പിടിക്കാൻ മുജ്തബ എത്തുമ്പോൾ ശത്രുക്കൾ അദ്ദേഹത്തെ കാത്തിരുന്നത് മരണദൂതന്മാരായ മിസൈലുകൾ കൊണ്ടായിരുന്നു. പരിക്കേറ്റ നേതാവ് എന്ന പരിവേഷം ജനങ്ങൾക്കിടയിൽ സഹതാപം ഉണ്ടാക്കുമെങ്കിലും യുദ്ധസമയത്ത് ഒരു നേതാവ് അപ്രത്യക്ഷനാകുന്നത് സൈനിക നീക്കങ്ങളെ വല്ലാതെ ബാധിക്കും. മുജ്തബയുടെ അഭാവത്തിൽ ഇറാന്റെ സൈനിക തീരുമാനങ്ങൾ എടുക്കുന്നത് ആര് എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. രഹസ്യ കേന്ദ്രത്തിലിരുന്ന് അദ്ദേഹം ഭരണചക്രം തിരിക്കുന്നുണ്ടോ അതോ ചികിത്സയുടെ പേരിൽ അദ്ദേഹം അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിരിക്കുകയാണോ എന്ന കാര്യത്തിൽ ഇന്നും നിഗൂഢത തുടരുകയാണ്. ഈ യുദ്ധതന്ത്രങ്ങൾ പശ്ചിമേഷ്യയുടെ ഭാവിയെ തന്നെ മാറ്റിവരയ്ക്കാൻ പോന്നവയാണ്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ആക്രമണങ്ങൾ കേവലം സൈനിക കേന്ദ്രങ്ങളെ തകർക്കുക മാത്രമല്ല, മറിച്ച് ഇറാന്റെ നേതൃനിരയെ തന്നെ തളർത്തുക എന്നതായിരുന്നു ലക്ഷ്യമെന്ന് ഇപ്പോൾ വ്യക്തമാകുന്നുണ്ട്. മുജ്തബ ഖമേനിയുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട സത്യങ്ങൾ പുറത്തുവരാൻ ദിവസങ്ങൾ ബാക്കിയാണെങ്കിലും ലോകം ഉറ്റുനോക്കുന്നത് ആ രഹസ്യ ബങ്കറിലേക്കാണ്. ഇറാന്റെ പുതിയ സുൽത്താൻ എപ്പോൾ പുറത്തുവരുമെന്നും അദ്ദേഹം എങ്ങനെ പ്രതികരിക്കുമെന്നും കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു.